റൂം ഒക്കെ ആയിട്ടുള്ള അവസ്ഥ ഫുള്ള് ലഗേജ് റോഡ് മേത്താ. അപ്പൊ ഇന്നലെ നമ്മള് സ്റ്റേ ചെയ്ത് ജിപ്സയിലാട്ടോ. ജിപ്സയിലാണ്. ഇന്ന് നമ്മള് മണാലി എത്തുന്നത്. ഇന്ന് പണിയാവും. 2 ദിവസമായി ഇറങ്ങിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാട്ടോ. ലഗേജ് അത്യാവശ്യം ഉണ്ട്. എന്നാൽ തന്നെ വണ്ടിമ്മ കുറെ ഇഞ്ഞുണ്ട്, എടുത്തിട്ടില്ല. 2ാം തീയതിയിലാണ് നമ്മൾ റൂമുള്ളത്. പറഞ്ഞോട്ടോ. ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും നേരിടുന്ന പ്രശ്നം എന്താ വെച്ചാല് സാധനങ്ങൾ ഇറക്കി കയറ്റാണ്. രാത്രി ആകുമ്പോ ഒക്കെ പാടെ ഇറക്കണം, പകലാകുമ്പോൾ ഒക്കെ കയറും. ഇതിന് തന്നെ ഒരു 1-2 മണിക്കൂർ അങ്ങനെ പോകും. ഇപ്പൊ ഒരു അടുപ്പ് കയറണമെങ്കിൽ ഈ ടോപ്പ് ബോക്സിലുള്ള സാധനം മുഴുവൻ ഇറക്കിയിട്ടാണ് അടുപ്പ് അടിക്കാൻ. റിസ്ക് ആണ് കാശ്. ഇവിടെ വേറെ ഏതോ ടീം റൂം എടുത്ത് ഓരോട് ക്രിക്കറ്റ് കളിച്ചത്. അപ്പോൾ ഇക്കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിനാവല്ലേ ടൂർ ഇവിടെ കളിച്ചാൽ നാട്ടിൽ കളിച്ചാൽ പോലെ കണ്ണല്ലാത്ത മാതിരി. ജിസ്പേന്ന് ഇറങ്ങിയാണ്ട് ജിസ്പ പേരിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ തന്നെ നമ്മൾ രാവിലത്തെ ഫുഡും കഴിച്ചാണ്ട് പിന്നെ നേരെ വിടട്ടോ മണാലിക്ക്. മണാലിന്ന് എന്തായാലും പിടിക്കണം എന്നുള്ള വാശിയിലാണ്. കാരണം 3 ദിവസമായിട്ട് നമ്മൾ മണാലിയിൽ നിന്ന് പോന്നിട്ട് എത്തിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ റോഡിന് വേറെ പ്രത്യേകത പറഞ്ഞാൽ മയിൽക്കുറ്റികളിൽ പലതിലും പല ദൂരെ കാണിക്കണം മണാലിക്കുള്ള. അതിന് കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മനസ്സിലായതിട്ടോ. എന്താ വെച്ചാൽ പുതിയ അടൽ ടണൽ വന്നതോടുകൂടി ഒരു കുറേ ദൂരം ഒരു 10-50 കിലോമീറ്ററിന് മാറ്റം വന്നതെന്ന് പറഞ്ഞു. കാരണം അടൽ ടണൽ നേരെ 10 കിലോമീറ്റർ പോകണം. അതുകൊണ്ട് തന്നെ അത്രയും ദൂരം നമുക്ക് കുറഞ്ഞിക്കണം. അതുകൊണ്ടാണ് 2 സ്ഥലത്തും 2 ദൂരം കാണിക്കണേ. പിന്നെ പോരാത്തതിന് നമ്മൾ ലഡാക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ രസം തോന്നിയെന്ന് വെച്ചാൽ മണാലി ആ ഏരിയ എന്ന് പറഞ്ഞാൽ കാശ്മീർ പോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ ഏരിയയാണ്. അത് വേറെ ഭംഗിയാണ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ. കാരണം അതൊരേ കുന്നും മലകളും കല്ലുകളും കണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അത് ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നിട്ടോ. മണാലി തന്നെ ഇപ്പോൾ മലയാളികളുടെ സാന്നിധ്യം കൂടിയിട്ടോ. ബാക്കത്തെ വണ്ടി മൊത്തം കേരളം KL-20 KL-9 അതുപോലെ വണ്ടിയാണ്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പമ്പ് കയറിയപ്പോൾ കണ്ടോ. നമ്മൾ എത്രമാത്രം ദൂരം ഓടിക്കുന്ന പമ്പ് കണ്ടത്. 2 ക്യാനത്തെ എണ്ണയും കഴിഞ്ഞ് എന്നിട്ട് ഇപ്പോൾ പമ്പ് കിട്ടി ഫുൾ ടാങ്കാക്കി. സാങ്കേതികില്ല. നമ്മളങ്ങനെ ഏകദേശം അടൽ ടണൽ എത്താനായിട്ടോ. അടൽ ടണൽ പറഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് അടൽ ടണലിലേക്കും പോകാൻ നേരെയും പോവാം. 2 വഴിയുള്ള അടൽ ടണൽ പറഞ്ഞാൽ 10 കിലോമീറ്റർ നേരെ ഗുഹൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ ദൂരം കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഓരോരോ ഭാഗത്തേക്കുള്ളത്. ഇവിടുന്ന് നമുക്ക് ഏകദേശം മണാലിക്ക് 33 കിലോമീറ്ററും അതിനെ ചണ്ഡീഗഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 333 കിലോമീറ്റർ കേട്ടോ. ഒരു 300 കിലോമീറ്റർ കൂടി ചണ്ഡീഗഡും കൂടി എത്തും. അപ്പോൾ ഈ റൈറ്റ് കാണുന്ന പാലം കടന്ന് നമ്മൾ അടൽ ടണലിലേക്കാണ് നേരെ എത്തുന്നത്. അടൽ ടണലിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗുഹയെന്ന് തോന്നില്ല. എന്തോ ഒരു വീട് ഹോട്ടലൊക്കെ നിൽക്കണ മാതിരിക്കത്തെ ഒരു ഫീലാണ് ഇവിടെ ദൂരം നിന്ന് ഫസ്റ്റ് ടൈം നമുക്ക് കാണുമ്പോൾ തോന്നിയത്. അതൊരു ഉള്ളിൽ കൂടെ പോയി നോക്കുക എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ളിലെ ഇത്രയും ദൂരെ യാത്ര നോക്കണം. അടൽ ടണലിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ പുറത്തെ കാലാവസ്ഥ നല്ല തണുപ്പാട്ടോ. പോകുന്നതോറ് തണുപ്പ് കൂടി വരികയാണ് ഉള്ളിലേക്ക്. നല്ല തണുപ്പുണ്ട്. ശരിക്ക് നമുക്ക് ഫീൽ ചെയ്യേണ്ട തണുപ്പ് നല്ല കാൽമുക്കും കൈമുക്കൊക്കെ. ടണലിന് 9 കിലോമീറ്റർ 10 കിലോമീറ്റർ ടണലാണ്. നമുക്ക് 9 കിലോമീറ്റർ കിട്ടും. അടൽ ടണലിലാണ്. നല്ല തണുപ്പുള്ളില് പൗതിച്ചേക്കോ. പിന്നെ ചെറുതായിട്ട് വെള്ളമൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നതിന് സംഭവം നല്ല എന്തൂര് വലിയ മലാമോ അത് വരുന്നുണ്ടാക്കിട്ട് സംഭവം നൈസ് എക്സ്പീരിയൻസ് ആണ്. അടൽ ടണലിന് റോത്തൻ പാസ് പോലെ പരിപാടി. അപ്പോൾ ഒരു പണി കിട്ടി. പെട്രോൾ ഉള്ളിൽ പോകലല്ലോ. ഇങ്ങോട്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതായാലും തിരിച്ചു പോയി അതൊക്കെ അവിടെ ഉള്ളിൽ കയറ്റാൻ പറ്റാനാണ് അവിടുത്തെ കാറാണ്. ഈ ടണലിന് പോയാലും എന്താ നമുക്കറിയോ, ഇത് ശരിക്കും ലാൻഡ് സ്ലൈഡിന് വേണ്ടിയില്ല കേട്ടോ. ഇതിന് മുകളിൽ കൂടെ ശരിക്കും മലയിൽ പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും മുകളിൽ കൂടെയാണ് കല്ലും കാര്യങ്ങളൊക്കെ പോവാം. അതിന് വേണ്ടിയാണ് നിർമ്മിച്ചത്. അപ്പോൾ നമ്മൾ യാത്ര മുടങ്ങാതെ നമുക്ക് സുഖമായിട്ട് ഇതിനുള്ളിൽ കൂടെ പോവാം. ഭയങ്കര പൊടിയായിട്ട് ഉള്ളിൽ. ഇതാണ് ഞാൻ പറഞ്ഞോ ലാൻഡ് സ്ലൈഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അവിടെ ലാൻഡ് സ്ലൈഡ് ആയിട്ട് കല്ലുകളൊക്കെ മേലെ കൂടെ ഒന്ന് വീണിന്. അത് നമുക്ക് യാത്ര തടസ്സമല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഈ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. കല്ലുകളൊക്കെ തെറിച്ച് തെറിച്ച് നമുക്ക് യാത്ര മുടങ്ങും. മറ്റേ
നമ്മൾ പോകുന്ന റോട്ടിൽ കൂടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഗതാഗതം 1, 2, 3 ഇതൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ വലിയ കല്ലാണ് നമ്മൾ അതിനായിട്ടുണ്ടാക്കി. അങ്ങനെ നമ്മള് മണാലിയോട് അടുത്തതായി നമ്മളെ പോകുന്ന ടറയും മൊത്തം മാറി. വെറും കല്ലും മുള്ളും കണ്ട് ഞങ്ങളിപ്പോ മരങ്ങൾ കാണാൻ തുടങ്ങിയത്. കുറച്ച് ദിവസങ്ങളായിട്ട് 2 ആഴ്ചയായിട്ട് വെറും കല്ലുകളായിരുന്നു. ഇപ്പോഴാണ് മരങ്ങൾ കണ്ടത്. നമ്മൾ 10,000 അടിയുടെ താഴെ എത്തിയിട്ടിപ്പോ 19,000 അടിയിൽ നിന്ന് നാട്ടിൽ നിന്ന് പോകുന്നതാണെങ്കിലും നമ്മള് 120 അടിയിൽ നിന്നാണ് നമ്മൾ 10,000 ഇത് കുറെ അഡ്വഞ്ചേഴ്സ് കൂടെ കാണുന്നുണ്ട് അതില്. മണാലി ടൗണിൽ എത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യമായിട്ടത് ഇവിടെ കണ്ടെങ്കിൽ നമ്പറുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഷോപ്പ് നമ്പറാണ്. സാധാരണ നമ്മുടെയൊക്കെ ഷോപ്പിൻ്റെ പേരല്ല മുന്നേക്ക് ഉണ്ടാവുക. ഇവിടെ പേരല്ല, ഫുള്ള് നമ്പറാണ്. കണ്ടോ, ഓരോ 180, 395. പക്ഷെ അന്ന് ക്രമത്തിലൊന്നല്ല കൊടുത്തിന്. ഇതൊന്നും സംഭവം അറിയില്ല. പേരുകളൊന്നും വല്ലാതെ പുറത്തേക്ക് അങ്ങനെ കാണില്ല. അധികം ഷോപ്പ് നമ്പറുകളായിട്ടാണ് ഇവിടെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. മണാലിയിൽ ഫുഡ് തപ്പി നടന്നുകൊണ്ട് മാറൂഫ് കണ്ടെത്തിട്ട് KFC കണ്ടപ്പോ തന്നെ ഓന് ത്രില്ലായി. പിന്നെ ഒന്ന് നോക്കി അടിച്ചു പറ്റി പോന്നിക്കണേ. ലാസ്റ്റ് നമ്മള് ചണ്ഡീഗഡിൽ നിന്നല്ലേ, ഞങ്ങള് ചണ്ഡീഗഡിൽ നിന്ന് ശ്രീനഗറിന്നല്ലേ, അവിടെ നിന്ന് നിർത്തി പോകാൻ ഞങ്ങളെ പറ്റിച്ചാണ്ട്. ഏതായാലും ഇവിടെ കയറിയേക്കാം. വമ്പിച്ച ഫുഡടി KFC വന്നിട്ട് മേങ്ങിയതാലും വലിയൊരു ബക്കറ്റും ഇതൊക്കെ ആയിട്ട്. അറിവാ മുഖത്തൊക്കെ എന്തൊരു തീർപ്പയാണ്. അവിടുന്നേ പറയണു നാട്ടിൽ തീരണം തന്നെ തിന്നാന്. ഈ ബസ്സുകളൊക്കെ എന്ന് പറഞ്ഞാല് ഡൽഹിയിലെ ട്രിപ്പ് പറഞ്ഞിട്ട് അങ്ങോട്ട് ട്രെയിനിന്റെ നോക്കി പറഞ്ഞ ബസ്സില്ല. ഇപ്പൊ ടൗണിലൂടെ ഒക്കെ സൈഡാക്കിട്ട് കുറെ ബസ്സുകൾ. ഇതൊക്കെ ഡൽഹിയിൽ നേരിട്ട് ട്രിപ്പ് അങ്ങോട്ട്. ലഡാക്ക് പോയിട്ട് കാണാത്ത ഒന്നേനടുത്ത് ഓട്ടോറിക്ഷ ട്രാക്ക്. ലഡാക്ക് വരെ നമ്മൾ ഓട്ടോറിക്ഷ ട്രാക്കും വരുന്നുണ്ട്. ഓട്ടോറിക്ഷ തന്നെ കണ്ടില്ലാത്ത പറഞ്ഞാൽ എന്താ പറയില്ല. ആ ടൈമിൽ ഓട്ടോറിക്ഷ ഇല്ലാത്ത. അതായത് നമ്മളിപ്പോ പോണത് റൂം തപ്പിയാണ് കേട്ടോ. അതൊരു സ്റ്റേ ചെയ്യാനായി സമയം വൈകുന്നേരം ലൈറ്റൊക്കെ തല്ലോട്. അപ്പോൾ നമ്മൾ ഇന്നാള് ലേന്ന് കുറച്ച് ആൾക്കാർ കണ്ടിരുന്നു മലയാളീസിനെ. ഓരോന്നൊരു നമ്പറുണ്ട് റൂമിൻ്റെ. അതിക്ക് വിളിച്ചുകൊണ്ട് ആ നമ്പർക്ക് അപ്പോൾ പോയി നോക്കും ആ ലൊക്കേഷനിക്ക്. ഗായ്സ്, മണാലിയുടെ രാത്രി ദൃശ്യമായിട്ട് കാണണേ. തീരെ ക്ലിയറിലുള്ളത് കണ്ടങ്ങള്. ഫുള്ള് ബിൽഡിങ്. ഞങ്ങൾ ഏതോ ഒരു മലൻ്റെ പൊക്കത്തിലാട്ടോ ഞങ്ങൾക്ക് റൂം കിട്ടിയത്. ഇതാണ് ഞങ്ങൾ റൂമിൻ്റെ ആളെ വെച്ചിട്ടുണ്ട്. ഞങ്ങള് ഇതിനു മുമ്പ് കണ്ടാട്ടോ. ഞങ്ങൾ നമ്മള് കണ്ടത് ഹൺഡ്രഡ് നമ്മള് പെട്രോൾ അടിക്കാൻ പോയ ടൈമില് അവിടെ ഉണ്ട് ഫോർച്യൂണറിൽ ഇയാൾ വന്നി. അന്ന് നമുക്ക് നമ്പർ തന്നിനി. പക്ഷെ ആ നമ്പർക്ക് നമ്മൾ വിളിച്ചപ്പോ കിട്ടിയില്ല. വേറെ നമ്പർ നമ്മൾ മൂപ്പരല്ല, ആ നമ്പർക്ക് വിളിച്ചപ്പോ കിട്ടി ഇയാളേനെ. ഫുൾ കോമഡി. അതിൽ റൂമിലാണെങ്കിൽ നാളെ കാണട്ടോ ബാക്കി എന്താണ് പരിപാടികൾ എന്നുള്ളതൊക്കെ. സമയം ഒരുപാടായി. റൂമിൽ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. നാളെ കാണിച്ചു തരായി. ഓ ബൈ ബൈ. സാബിന്റെ വെറൈറ്റി നെയ്ച്ചോറ് നാട്ടിൽ നിന്നിട്ട് ഫസ്റ്റ് ഭാഷന്റെ കൈകളൊക്കെ ഉണ്ടല്ലോ. ഇതുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയില്ല. എങ്ങനെ അവിടെ തന്നെ കൂടി അടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ. എന്നിട്ട് നമ്മളെ മൂപ്പരെ കണ്ടില്ല.